എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ ഈ മീൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ള് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു സവാളയുടെ പകുതി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഞാൻ ചേർക്കുന്നത്. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഈ പൊടികളൊക്കെ മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ നമുക്കിതൊന്ന് തക്കാളി വെന്തുടഞ്ഞ് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനൊരു അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണാണ് വെള്ളം ഒഴിച്ചത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് ഈ തക്കാളിയിലൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിത് കുടംപുളി ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 2 കുടംപുളി ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കുടംപുളിയാണ് ചേർത്തിട്ടുള്ളത്. ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് 2 കുടംപുളി തന്നെ മതിയാകും. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരപ്പ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ പാര മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 1/2 കിലോ മീനുണ്ട്. ഈ മീൻ തന്നെ വേണമെന്നില്ല, ഏത് മീൻ ഉപയോഗിച്ചിട്ടും ഈ രീതിയിൽ നമുക്ക് കറി തയ്യാറാക്കാവുന്നതാണ്. ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിൽ കുറച്ച് ചാറോട് കൂടിയിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. മീൻ ഇട്ട ശേഷം സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്. ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് തീ കൂട്ടി വെച്ചിട്ട് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ വേണം അടച്ചു വയ്ക്കാനായിട്ട്, മുഴുവനായിട്ടും അടച്ചു വെച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, കുറച്ച് ചാറോട് കൂടിയിട്ടാണ് ഞാൻ ഈ മീൻകറി തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ മൺചട്ടി നല്ല ചൂടായിട്ടിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കാം. ഈ മീൻകറിയൊക്കെ തയ്യാറാക്കിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ച ശേഷം കഴിക്കുമ്പോഴാണ് അതിൽ നന്നായിട്ട് ഈ അരപ്പൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ കറി തുറന്നിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ഈ മീൻ മുളകിട്ടത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്